ജീവിതത്തിലെ ഓരോ നിമിഷവും ജാഗരൂകതയോടെ ജീവിക്കാൻ കഴിയണം, ശ്രദ്ധാപൂർവം ജീവിക്കണം. സാധാരണഗതിയിൽ വളരെ അയഞ്ഞ മനസ്സോടെയാണ് നാം ജീവിതത്തെ കാണുന്നത്. ജീവിതത്തിന്റെ സാധാരണത്വത്തിൽ നിലനിന്നു പോകാനുള്ള ശ്രമം മാത്രമായിട്ടാണ് നാം തുടരുക. ഭൗതിക ജീവിതം ആത്മീയതയെ പ്രകാശിപ്പിക്കാനുള്ള വേദിയായി തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയുക എന്നതാണ് ജാഗരൂകതയുടെ അർത്ഥം. ശ്രദ്ധാപൂർവം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. യേശു അങ്ങനെയാണ് നമ്മോട് പറയുന്നത്. ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഈ ജാഗ്രത കാണണം, ശ്രദ്ധ കാണണം. എന്തിനു ചെയ്യുന്നുവെന്നും എങ്ങനെ ചെയ്യുന്നുവെന്നും എന്താണ് ചെയ്യുന്നതെന്നും വ്യക്തമായ ബോധ്യത്തോടെ വേണം ജീവിതത്തിൽ മുന്നേറാൻ. സ്നേഹത്തിന്റെ ലംഘനമാണ് പാപം. നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹമാണ്. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. ജീവിത വഴി പാപത്തിലേക്ക് ചാഞ്ഞു പോകുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് നാം ചിന്ത ആരംഭിച്ചത്. അജ്ഞതയും അശ്രദ്ധയും അഹന്തയുമാണ് പാപത്തിന്റെ വീഴ്ചകൾക്ക് കാരണമാകുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുകയാണ്. അജ്ഞത എങ്ങനെയാണ് ജിജ്ഞാസയിലേക്കും ജിജ്ഞാസ വഴി ലോക താല്പര്യങ്ങളിലേക്കും വഴി തുറക്കുന്നതെന്നും സ്നേഹത്തിന് വിരുദ്ധമായ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നതെന്നും നാം വീണു പോകുന്നതെന്നും കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കണ്ടു. 1 യോഹന്നാൻ 3:4 നമ്മെ പഠിപ്പിക്കും, പാപം നിയമലംഘനമാണ്. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. എന്താണ് നിയമം? പഴയ നിയമത്തിൽ മോശയ്ക്ക് നൽകപ്പെട്ട 10 കൽപ്പനകളാണ് നിയമം. പഴയ നിയമ പുസ്തകങ്ങൾ ആകെ എടുത്തിട്ട് അതിലെ ഓരോ വാക്യത്തിനും അനുസരിച്ച് ജീവിക്കുക എന്നല്ല, ആ 10 കൽപ്പനകളുടെ മൂലാർത്ഥത്തിലേക്ക് എത്താൻ പറ്റണം. യേശുക്രിസ്തു ആ 10 കൽപ്പനകളെ 2ആയിട്ട് പൂർത്തീകരിക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. ആ 2 കൽപ്പനകൾ ലംഘിക്കപ്പെടുന്നു, അഥവാ സ്നേഹം ലംഘിക്കപ്പെടുന്നു. നിയമത്തിന് ക്രിസ്തുഭാഷ്യത്തിൽ സ്നേഹമെന്നാണ് അർത്ഥമായിട്ട് വരിക. നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹമാണെന്ന് റോമർ ലേഖനം 13-ാം അധ്യായം 8 മുതൽ 10 വരെ തിരുവചനം നമ്മോട് പറയും. പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ ഒരു കടപ്പാടും ഉണ്ടാകരുത് എന്ന് പറയുന്ന വചനഭാഗം അവസാനിക്കുന്നത് നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹമാണെന്നർത്ഥത്തിലാണ്. അയൽക്കാരന് ഒരു ഉപദ്രവം ചെയ്യാത്ത, പരദ്രോഹത്തിന് ഇടയാകാത്ത സ്നേഹത്തിന്റെ പൂർത്തീകരണമായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നിരന്തരമായി പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എവിടെയൊക്കെ അശ്രദ്ധ ഉണ്ടായിപ്പോകും എന്നതിനെ സംബന്ധിച്ച് ബോധ്യമുണ്ടാകാനാണ്. സാധാരണഗതിയിൽ ആത്മശോധന ചെയ്യുന്നവരാണ്. എല്ലാ രാത്രികളിലും കിടക്കുന്നതിന് മുൻപ് അന്ന് പ്രഭാതം മുതൽ ആ സമയം വരെ ജീവിത പ്രവൃത്തിയിലും ചിന്തയിലും ഭാവനയിലും ഒക്കെ വന്നുപോയ പിഴവുകളെക്കുറിച്ചും നന്മകളെക്കുറിച്ചുമുള്ള ബോധ്യമുണ്ടാകുക. ആ ബോധ്യങ്ങൾക്കനുസരിച്ച് അവനവന്റെ കുറവുകൾക്ക് ദൈവസന്നിധിയിൽ മാപ്പപേക്ഷിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണെന്ന് ഈ ആത്മശോധന ഓർമ്മിപ്പിക്കും. ആത്മശോധന യഥാർത്ഥത്തിൽ ഒരു കണക്ക് വയ്ക്കുന്നുണ്ട്. അക്കൗണ്ടബിൾ ആണ് നമ്മുടെ ജീവിതം, പരമാർത്ഥമാണ് വെളിപ്പെടുത്തുന്നത്. ദൈവസന്നിധിയിൽ എല്ലാം വെളിപ്പെട്ടിരിക്കുന്നു. നാം ചെയ്ത പ്രവൃത്തികളും നമ്മുടെ മനോഭാവവും ഒക്കെ ദൈവസന്നിധിയിൽ വെളിവാക്കപ്പെട്ടിരിക്കുന്നു. ആ വെളിവാക്കപ്പെട്ടത് നമുക്ക് തന്നെ ബോധ്യമാകുമ്പോഴാണ് എത്രത്തോളം കുറവുകളും പോരായ്മകളും ഉള്ളവരാണ് നമ്മളെന്ന് നാം തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ക്രിസ്തുവിൽ മുന്നേറാൻ പറ്റുക. സ്നേഹം വ്യയം ചെയ്യുന്ന കാര്യത്തിൽ, അവരെ സ്നേഹിക്കുന്നതിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലും എത്രത്തോളം പുരോഗമിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും എത്രത്തോളം നാം വീണു പോകുന്നുണ്ട് എന്നുള്ളതും നിരന്തരം പരിശോധനയ്ക്ക് വിധേയമാകണം. ജാഗ്രതായ ഒരവസ്ഥയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഓരോ നിമിഷവും നമുക്ക് ഈ ഭൂമിയിൽ നൽകപ്പെടുമ്പോൾ കൃത്യതയോടെ, വ്യക്തതയോടെ ക്രിസ്തുവിന്റെ നിയമത്തിന് അനുഗുണമായി ചരിക്കാൻ, അവനെ അനുഗമിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. യേശു ക്രിസ്തുവിൽ അപ്രകാരം ഒരു ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് ജ്ഞാനസ്നാന വ്രതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മാൽ തന്നെ സാധ്യമല്ലാത്ത ഈ കാര്യം പരിശുദ്ധാത്മാവിനാൽ സാധ്യമാകും എന്നൊരു വിശ്വാസവും ബോധ്യവും നമുക്കുണ്ട്. ആത്മാവിന്റെ പ്രവർത്തനത്തിന് വിധേയപ്പെട്ട് ജീവിക്കാൻ നാം വിളിക്കപ്പെടുന്നു എന്ന സത്യം നമുക്ക് മറന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ട് വ്യക്തമായൊരു അവബോധം ഉണ്ടാകണം. പാപം എന്നത് സ്നേഹത്തിന്റെ ലംഘനമാണ്. ഈ സ്നേഹത്തിന്റെ ലംഘനം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിരന്തരമായ ശ്രദ്ധ ആവശ്യമുണ്ട്. അശ്രദ്ധയാണ് പലപ്പോഴും വീണു പോകാൻ കാരണമായിട്ട് മാറുന്നത്. മിസ്റ്റർ ലൂക്കാസ് സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 8 മുതലുള്ള തിരുവചനങ്ങളിൽ അശ്രദ്ധ മൂലം സംഭവിക്കുന്ന ഒരു പിഴവിനെ കുറിച്ച് യേശു ഉപമയിലൂടെ നമ്മോട് സംസാരിക്കുന്നു. അതൊരു കാണാതായ നാണയത്തിന്റെ ഉപമയാണ്.
ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് നാണയം നഷ്ടപ്പെടുന്നു. അവൾ സൂക്ഷിച്ചിരുന്ന നാണയങ്ങളിലൊന്നും. യേശു ചോദിക്കുകയാണ്, ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വീട് അടിച്ചുമാരി പരിശോധിച്ച് അത് കണ്ടെത്താൻ ശ്രമിക്കാത്തത്? നാണയം നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചുമാരി അത് കിട്ടുവോളം അന്വേഷിക്കാത്തവൾ ആരാണ്? 10 നാണയം ഉണ്ടായിരിക്കെ ഒരു നാണയം നഷ്ടപ്പെടുന്നു. സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കും അത് ഒരു സ്വർണ്ണ നാണയമാണെങ്കിൽ, വിലപിടിപ്പുള്ളതാണെങ്കിൽ അന്വേഷിച്ചേക്കാം. സാധാരണ നാണയം നമ്മൾ അങ്ങനെ അന്വേഷിക്കുമോ? ഇത്ര പ്രധാനപ്പെട്ട കാര്യമാണോ ഈ പറയുന്ന ഉപമയ്ക്കകത്തുള്ളത്? അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലവും അവരുടെ ജീവിതക്രമവും പരിശോധിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. വിവാഹവസ്ത്രത്തിൽ നാണയം തുന്നിപ്പിടിപ്പിക്കുന്ന ശീലം അവർക്കുണ്ടായിരുന്നു. അതിലൊരു നാണയം നഷ്ടപ്പെട്ടു. ആ നാണയം നഷ്ടപ്പെടുന്നത് അശുഭകരമായൊരു കാര്യമാണ്, വിലയേറിയതാണ്. ആ നാണയത്തിന്റെ മൂല്യത്തെക്കാൾ അതിന് വിലപിടിപ്പുണ്ട്. ഇപ്രകാരം ഒരു നാണയം നഷ്ടപ്പെട്ട വിളക്ക് കൊളുത്തി വീട് അടിച്ചു മാറ്റി അത് കണ്ടുപിട്ടോളം അന്വേഷിക്കാത്തവളായിട്ട് ആരുണ്ട്? അത് കണ്ടുകിട്ടുമ്പോൾ അവർ കൂട്ടുകാരെ വിളിക്കുന്നു, അയൽവാസികളെ വിളിക്കുന്നു, എന്നോടൊത്ത് സന്തോഷിക്കുവിൻ, എൻ്റെ പോയ നാണയം എനിക്ക് തിരികെ കിട്ടിയിരിക്കുന്നു. അങ്ങനെ സന്തോഷിക്കാത്തവൾ ആരുണ്ട്? അതുപോലെയാണ് അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിന് അന്വേഷണം എന്ന് പറയാണ്. തിരിച്ചു കിട്ടാൻ വേണ്ടി സ്വർഗം അത്രത്തോളം അഭിലഷിക്കുന്നു. ഒരാളും വീണു പോകാതിരിക്കണമെന്നാണ് ദൈവത്തിന്റെ അഭിലാഷം. അതുകൊണ്ട് നിരന്തരം ഈ അന്വേഷണം ദൈവം നടത്തുന്നുണ്ട് എന്നാണ് വചനം പറയുക. ഇനി എങ്ങനെയാണ് ഈ നാണയം നഷ്ടമാകുന്നത്? നമ്മുടെ കയ്യിൽ നിന്ന് ഒരു നാണയം നഷ്ടമാകുന്നത് എങ്ങനെയാണ്? അത് അശ്രദ്ധ മൂലമാണ്. പാപത്തിന്റെ രണ്ടാമത്തെ വീഴ്ചയുടെ കാരണം അശ്രദ്ധയാണ്. നമ്മുടെ കയ്യിലുള്ളത് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നാം തിരിച്ചറിയുന്നു, അന്വേഷിക്കുന്നു. അങ്ങനെ അന്വേഷിക്കുന്ന നാണയം നഷ്ടപ്പെട്ടു പോകാനിടയായത് പിന്നീട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ അശ്രദ്ധ മൂലമാണ്. വഴിയരികിലൊക്കെ ട്രാഫിക് പോലീസ് വെച്ചിട്ടുള്ള ഒരു ഉപദേശം കാണാം, അശ്രദ്ധ അപകടം വിളിച്ചു വരുത്തും. എപ്പോഴും ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കാൻ നമുക്ക് പറ്റണം. ഈശോ പീഡാസഹനത്തിന്റെ വേളയിൽ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നതാണ്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, ശ്രദ്ധാപൂർവം ഇരിക്കുവിൻ. ഉണർവോടെ ആയിരിക്കാൻ കഴിയണം. ജീവിതത്തെ പലപ്പോഴും ഒരു അയഞ്ഞ മനസാക്ഷിയോടെയാണ് നാം കാണുക, ലാഘവ ബുദ്ധിയോടെ, വളരെ നിസ്സാരമായി. നമ്മുടെ ജീവിതം തള്ളി നീക്കാനുള്ള വ്യഗ്രതയിലും തത്രപ്പാടിലും പലപ്പോഴും ജീവിതത്തെ ഗൗരവമായി വീക്ഷിക്കുക എന്ന കാര്യം നമ്മൾ മറന്നുപോകും. ജീവിതത്തിന്റെ അർത്ഥം എന്തെന്നും, എന്തിനാണ് ജീവിക്കുന്നതെന്നും, എങ്ങനെയാണ് നാം ജീവിതത്തിൽ മുന്നേറുന്നതെന്നും നിരന്തരം ശ്രദ്ധിക്കുകയും ക്രിസ്തുമാർഗത്തിൽ അത്രത്തോളം നാം നിലനിൽക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് വേണം മുൻപോട്ട് പോകാൻ. അതുകൊണ്ടാണ് ജോഷുവ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 8-ാം തിരുവചനം പറയുന്നത്, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം, രാവും പകലും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം, എപ്പോഴും നീ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് നൽകപ്പെട്ട കൽപ്പനയുടെ പരമപ്രാധാന്യം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് കഴിയണം. അത് സ്നേഹത്തിന്റെ കൽപ്പനയാണ്. എത്രത്തോളം ശ്രദ്ധാപൂർവമാണ് ജീവിതത്തെ നമ്മൾ പരിശോധിക്കുന്നത്, വ്യക്തിബന്ധങ്ങളെ പരിശോധിക്കുന്നത്, ജീവിതത്തിലെ ഓരോ ജീവിത സന്ദർഭങ്ങളിലും നമ്മുടെ ഇടപെടലുകളെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് വളരെ അയഞ്ഞ് ലാഘവ ബുദ്ധിയോടെയാണ്. അതൊക്കെ പറ്റിപ്പോവും, മനുഷ്യരല്ലേ എന്ന് വളരെ നിസ്സാരമായിട്ട് നമ്മൾ പറയാണ്. ചിലപ്പോഴൊക്കെ നമ്മളെ ന്യായീകരിക്കാൻ പറയുന്നത് നമ്മൾ മാലാഖയൊന്നും അല്ലല്ലോ എന്നാണ്. മാലാഖയ്ക്ക് തെരഞ്ഞെടുപ്പിനുള്ള അവകാശമില്ല, ഫ്രീ വില്ലില്ല. മാലാഖയ്ക്ക് ഇങ്ങനെ അവകാശമില്ല. മനുഷ്യന് ബലഹീനതകളുണ്ട്, അതോടൊപ്പം ഒരു അവകാശവുമുണ്ട്, നന്മ തിന്മകൾ തിരഞ്ഞെടുക്കാൻ. ഏത് വഴിയെ യാത്ര ചെയ്യണമെന്ന് തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയും. വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്വം ജീവിതത്തിൽ നമ്മൾ നിറവേറ്റണം. ഉത്തരവാദിത്വപൂർണമായ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് ശ്രദ്ധ. ഒരു ഉത്തരവാദിത്വമില്ലാത്തയാള് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ഓഫീസിലോ വീട്ടിലോ ഒക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധയോടെ ആവുന്നത് എപ്പോഴാണ്? ഉത്തരവാദിത്വ ബോധം ഉള്ളപ്പോഴാണ്. കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്, ഉത്തരവാദിത്വം ഉള്ളതാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നൽകപ്പെട്ട ജീവിതം അപ്രകാരം ഉത്തരവാദിത്വപൂർണ്ണം നിറവേറ്റേണ്ട ഒന്നാണെന്ന് ആദ്യം നമുക്ക് ബോധ്യം ഉണ്ടാവണം. അശ്രദ്ധ ഉണ്ടായിക്കൂടാ. ദൈവം നിരന്തരം നമ്മോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാം, കായേനോട് ദൈവം ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ എവിടെ? ഏലിയ പ്രവാചകൻ പ്രാർത്ഥനയ്ക്കായിട്ട് ഗുഹയിലിരിക്കുമ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട്, ഏലിയ നീ അവിടെ എന്ത് ചെയ്യുകയാണ്? നിരന്തരം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ദൈവം ഇത് ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യുകയാണ്? ശ്രദ്ധയുണ്ടാകാൻ വേണ്ടിയാണ്. ക്രിസ്തു അവബോധത്തിലും സാന്നിധ്യബോധത്തിലും ജീവിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. അതാണ് പാപത്തിനെതിരായ ഏറ്റവും വലിയ പ്രതിരോധം. വീണുപോകാതിരിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം നമ്മൾ ശ്രദ്ധാപൂർവം വ്യാപരിക്കണമെന്നുള്ളതാണ്. അങ്ങനെ ശ്രദ്ധാപൂർവം വ്യാപരിച്ചില്ലെങ്കിൽ ചോർന്നു പോകും, ജീവിതം ചോർന്നു പോകും. സഭാപ്രസംഗം 10:18 പറയും, ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂരിടിഞ്ഞു വീഴും, പുര ചോരും.
ശ്രദ്ധാപൂർവം നമുക്ക് നൽകപ്പെട്ട ജീവിതത്തെ നമുക്ക് കാണാൻ പറ്റണം. നമ്മുടെ ജീവിതം അല്പനേരത്തേക്കുള്ളതാണ്, അല്പകാലത്തേക്കുള്ളതാണ്. അതെങ്ങനെയാണ് വ്യയം ചെയ്യുക? എത്രത്തോളം ശ്രദ്ധയോടും എത്രത്തോളം താല്പര്യത്തോടും കൂടെയാണ് നാം ഈ ജീവിതത്തെ സമീപിക്കുന്നത്? പെട്ടുപോയൊരു മനോഭാവത്തിലാണ് പലപ്പോഴും. എലിക്കണിയിൽ പെട്ടുപോയ എലിയെ പോലെ നാം ഇങ്ങനെ പരക്കം പായാണ്. എന്തുകൊണ്ടാണ് കെണിയിൽ വീണത്? അത് ശ്രദ്ധാപൂർവമല്ലാത്തതുകൊണ്ടാണ്. ശ്രദ്ധാപൂർവം വ്യാപരിക്കുമ്പോൾ നാം കെണികളിൽ വീഴില്ല. നമുക്ക് ചുറ്റുപാടും ലോകം വെച്ച് കിടന്ന സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ പാപത്തിലേക്ക് വീഴാൻ നമ്മെ പ്രേരിപ്പിക്കുന്നവയും പലപ്പോഴും കെണിയിൽപ്പെടുത്തുന്നവയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 4:29 പറയുന്നുണ്ട്, വിവേകം വിട്ട് സംസാരിക്കരുത്, പ്രവൃത്തിയിൽ അശ്രദ്ധയും ആലസ്യവും പാടില്ല. വിവേകം വിട്ട് സംസാരിക്കരുത്, പ്രവൃത്തിയിൽ അലസതയും അശ്രദ്ധയും പാടില്ല. കൽപ്പനകളൊക്കെ ശ്രദ്ധാപൂർവം നോക്കുക എന്ന് വെച്ചാൽ അത് നെറ്റിക്കെട്ടുക, കയ്യേക്കെട്ടുക എന്നുള്ള യഹൂദ പാരമ്പര്യം അനുസരിച്ച് ജീവിക്കുക എന്നല്ല. അവർ കൽപ്പനകളെ ഇങ്ങനെയൊക്കെയാണ് കണ്ടിരുന്നത്, കട്ടിലപ്പടിയിൽ എഴുതി വയ്ക്കും. ഹൃദയബോധ്യത്തിൽ എത്രത്തോളം ഈ പറഞ്ഞ സ്നേഹത്തിന്റെ നിയമം നാം ആലേഖനം ചെയ്യുന്നുവോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നുവോ, മാമുദീസ വഴി നാം ഈ അറിവിൽ മുങ്ങിയിട്ടുണ്ട് എന്ന ബോധ്യത്തോടെയും ഈ ദൈവിക പ്രകാശത്തിനകത്ത് ജീവിക്കാൻ ശ്രമിക്കുന്നുവോ, അത്രത്തോളം ശ്രദ്ധാപൂർവം ജീവിതം വിനിയോഗിക്കാൻ നമുക്ക് കഴിയണം. ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ്. വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഉപേക്ഷയിലും പാപമുണ്ട്. വിചാരം എങ്ങനെയാണ്, പ്രവൃത്തി എങ്ങനെയാണ്, വാക്കുകൾ എങ്ങനെയാണ്, നാം ഉപേക്ഷിക്കുന്നവ എങ്ങനെയാണ് എന്നൊക്കെ വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകണം. നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ അത് തിന്മയായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും മനസ്സ് ഉണർന്ന തലത്തിൽ പ്രവർത്തിക്കണം. പലപ്പോഴും നമ്മൾ പാതി മയങ്ങിയ അവസ്ഥയിലാണ്. ജീവിതത്തിലുമായ കാഴ്ചകളിലൊക്കെ പെട്ട് ഏതു വഴിക്കാണ് നാം യാത്ര ചെയ്യുന്നത്, എന്തായിരുന്നു ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന് നമ്മൾ മറന്നുപോകും. യാത്രയ്ക്ക് പോകുമ്പോൾ ലക്ഷ്യം എന്താണെന്ന് ബോധ്യമില്ലാതെ വന്നാൽ വഴിതെറ്റാനുള്ള സാഹചര്യം കൂടുതലല്ലേ? അതുപോലെയാണിതും. ബാറൂക്കിന്റെ പുസ്തകം 3:9 പറയും, ഇസ്രായേലെ ജീവന്റെ കൽപ്പനകൾ കേൾക്കുക, ശ്രദ്ധാപൂർവം ജ്ഞാനം ആർജിക്കുക. ജീവന്റെ കൽപ്പന ക്രിസ്തുവിൽ വെളിപ്പെട്ട സ്നേഹത്തിന്റെ കൽപ്പനയാണ്. എല്ലാ കൽപ്പനകളുടെയും പൂർത്തീകരണം ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ വെളിപ്പെട്ടത് പരസ്നേഹത്തിന്റെ സമ്പൂർണതയാണ്. അവരിന് വേണ്ടി സ്വയം അർപ്പിക്കുക എന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് കുരിശിൽ അവിടെ നിന്ന് വെളിപ്പെടുത്തുന്നു. അങ്ങനെ നമുക്ക് വേണ്ടി പകരം നിൽക്കാൻ ഹൃദയം അർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ യാഗത്തെയാണ് സ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളവും ലക്ഷ്യകേന്ദ്രവുമായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഓരോ നിമിഷവും ഈ ബന്ധങ്ങളിൽ എങ്ങനെ പുരോഗമിക്കാൻ കഴിയുന്നു, എവിടെയാണ് ക്രിസ്തു സ്നേഹത്തിന് വിഘാതമായിട്ട് നമ്മൾ മാറുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയും വിധം സൂക്ഷ്മമായ ഒരു ശ്രദ്ധ നമുക്കുണ്ടാകണം. എസെക്കിയേൽ പ്രവചനത്തിൽ 21:20 36:27 നമ്മൾ ഇത് നമ്മെക്കൊണ്ട് സാധ്യമല്ല, ദൈവമാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അവരുടെ മേൽ ഞാൻ ശുദ്ധജലം തെളിക്കും, അവർ അങ്ങനെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമായി മാറും. ഇത് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ നൽകപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അവർക്ക് ആ ശേഷിയില്ല. ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടു. ആത്മാവിന്റെ കൃപയ്ക്ക് കീഴിലാണ് നമ്മൾ. ആത്മാവ് നമ്മുടെ അകമയുണ്ട്, ഉറക്കമില്ലാത്ത ആത്മാവ്, ഉത്തിഷ്ഠത, ജാഗ്രത രൂപം. അങ്ങനെ ഉണർവിന്റെ രൂപമായ പരിശുദ്ധാത്മാവ് നമ്മുടെ ബോധമണ്ഡലത്തെ നിരന്തരം ഉണർത്താൻ നമ്മുടെ അകത്തുണ്ട്. ആത്മാവിന്റെ പ്രവൃത്തിക്ക് സഹകരിക്കുന്നവരായിട്ട് നമ്മൾ മാറുക എന്നുകൂടിയാണ് ഈ ശ്രദ്ധിക്കുക എന്നതിനർത്ഥം. ഹെബ്രായ ലേഖനം പറയുമല്ലോ, നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. അകമേ നിരന്തരം ഈ ബോധമണ്ഡലം പ്രവർത്തിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഓരോ നിമിഷവും സ്നേഹവിരുദ്ധമായി പോകുമ്പോൾ, അവരിനെതിരായി പോകുമ്പോൾ, വീണു പോകുമ്പോഴൊക്കെ, ലോകമായകളിൽ മുങ്ങിപ്പോകുമ്പോഴൊക്കെ ആന്തരികമായ ഈ ബോധം നമ്മോട് സംസാരിക്കുന്നുണ്ട്, നാം ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ശ്രദ്ധയുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ, സ്നേഹത്തിന്റെ കൽപ്പനയെ, ജീവിതത്തിന്റെ സന്ദർഭങ്ങളെ, ഓരോ പ്രവൃത്തികളെയും ചിന്തകളെയും ഒക്കെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ശ്രദ്ധാപൂർവമായൊരു ജീവിതം ഉണ്ടാകണം. അല്ലെങ്കിൽ നാം അറിയാതെ വഴിതെറ്റിപ്പോകും. എങ്ങനെയാണ് അശ്രദ്ധ നമ്മിലേക്ക് വരുന്നതെന്ന് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് അശ്രദ്ധ നമ്മിലേക്ക് വരിക, അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, നമ്മൾ മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളും അന്വേഷിക്കാൻ തുടങ്ങുന്നു, മറ്റുള്ളവരുടെ കുറ്റം കാണാൻ തുടങ്ങുന്നു. ചിലർക്ക് അതിന് പ്രത്യേക സിദ്ധി തന്നെയുണ്ട്. ഞാനും നിങ്ങളും ആ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ്. മറ്റുള്ളവരുടെ കുറവ് പെട്ടെന്ന് നമ്മുടെ മുമ്പ് വെളിപ്പെടും. നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് കുറ്റവും വിധിക്കും. ഇവരിങ്ങനെയാണല്ലോ, ഇവരെന്താ ഇങ്ങനെയെന്ന് നമ്മൾ ചിന്തിക്കും. ആ സമയത്ത് നമ്മൾ നമ്മിലേക്ക് നോക്കില്ല. ഒരു പ്രവൃത്തി പുറമെ കാണുമ്പോൾ നാം നമ്മെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. നാം നമ്മയാണ് അത് വെച്ച് പരിശോധിക്കേണ്ടത്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 7:3 പറയും,
സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതെ പോവുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അശ്രദ്ധ വരുന്നൊരു മാർഗമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മെ കാണാൻ കഴിയാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ മറ്റുള്ളവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അവരുടെ നൂറ് പോരായ്മകളും കുറവും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നമ്മൾ ആലോചിക്കുന്നത്? ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മിലെ നാമല്ലാത്ത ഭാഗമാണ് അവര്. ഈ അപരത്വത്തിൽ കാണുന്നതൊക്കെ നമ്മിലുള്ളതിന്റെ ഏതെങ്കിലുമൊക്കെ അംശമായിരിക്കും. നമ്മെ നാം മറ്റുള്ളവരിൽ കാണാൻ തുടങ്ങണം. അപ്പോഴാണ് ഈ കുറവ് എന്നിലുമുണ്ടല്ലോ എന്നൊരു ചിന്ത ഉണ്ടാകുക. പക്ഷെ കൊച്ചുറേശ്യ പറയും, ഒരാൾ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ കാണാത്ത 1000 തവണ അത്തരം പ്രലോഭനങ്ങളെ അയാൾ അതിജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അയാളുടെ കുറ്റം വിധിക്കാനല്ല ശ്രദ്ധിക്കേണ്ടത്. അയാളിൽ കാണുന്ന ഈ കുറവ് ഞാൻ കാണുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ കാണുന്നത് എന്നിൽ ആ കുറവുള്ളത് കൊണ്ടാണ്. ഒരാൾ പുളി തിന്നുമ്പോൾ നമ്മുടെ വായിൽ വെള്ളം വരുന്നത് നാം മുന്നേ പുളി തിന്നിട്ടുള്ളത് കൊണ്ടാണ്. ഒരു സ്ത്രീയും പുരുഷനും സംസാരിക്കുന്നത് കാണുമ്പോൾ അത് വ്യഭിചാരമാണോ സദാചാര വിരുദ്ധമാണോ എന്ന് നമ്മൾ ആലോചിക്കുന്നത് ഈ സദാചാര വിരുദ്ധതയുടെ അല്ലെങ്കിൽ വ്യഭിചാരത്തിന്റെ ഒരു അംശം തമ്മിലുള്ളത് കൊണ്ടാണ്. നമ്മൾ ചോദിക്കും, ഞാനങ്ങനെയൊന്നും പ്രവർത്തിക്കാറില്ലല്ലോ. ഇല്ല, പ്രവർത്തിക്കാറില്ല, അത് സമ്മതിക്കാം. പക്ഷേ ദുശ്ചിന്ത, പരസംഗം, മോഷണം, വ്യഭിചാരം, കൊലപാതകം, ആഭിചാരം തുടങ്ങിയ 13 തിന്മകൾ നമ്മുടെ അകത്തുണ്ട്. നമ്മുടെ തിന്മകളുമായി ഒത്തുനോക്കിയിട്ടാണ് ഈ തിന്മയെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരാൾ മോഷ്ടിക്കുന്നത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും മോഷണം എന്നൊരു തിന്മ നമ്മുടെ അകമയുണ്ട്. നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടാവില്ല, പക്ഷെ നമ്മുടെ അകമേതുണ്ട് ഉള്ളത് കൊണ്ടാണ്. ഒരാൾ നുണ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ നല്ല നുണയരായതുകൊണ്ടാണ്. നുണ നമ്മുടെ അകത്തുള്ളത് കൊണ്ടാണ്. നാം അതിനെ അതിജീവിക്കുന്നുണ്ടാവാം, പക്ഷെ നുണ നമ്മുടെ അകത്തുണ്ട് എന്ന കാര്യം ഓർക്കണം. മറ്റൊരുവനിൽ കുറവ് കാണുമ്പോൾ ആ കുറവ് നമ്മിലുള്ള കുറവിലേക്കുള്ള ഒരു ചൂണ്ടുവിരലാണെന്ന് നാം തിരിച്ചറിയാതെ പോകുന്നു. അതുകൊണ്ട് അവന്റെ കണ്ണിലെ കരട് നമ്മൾ കാണും, നമ്മുടെ തടിക്കഷ്ണം കാണാതെ പോവുകയും ചെയ്യും. അപ്പൊ നമ്മുടെ കുറവുകൾ കാണാൻ ഉതകും വിധം നമ്മുടെ കണ്ണ് തുറക്കാത്ത കാലത്തോളം നമുക്ക് ശ്രദ്ധാപൂർവം ജീവിക്കാൻ സാധ്യമല്ല. നമ്മെ ശ്രദ്ധിക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാൻ നമുക്ക് സാധ്യമല്ല. വചനവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആഴമായ ബോധത്തിലോ അറിവിലോ ആയിരിക്കാൻ നമുക്കപ്പോൾ കഴിയാതെ പോകും. അതുകൊണ്ട് ശ്രദ്ധാപൂർവം നമ്മൾ നമ്മെ തന്നെ പരിശോധിക്കണം. ദൈവത്തിന്റെ നിയമവുമായി സ്നേഹത്തിന്റെ കൽപ്പനയുമായി ഏത് തരത്തിലാണ് നാം ആയിരിക്കുന്നത്. അപ്പോൾ ഒരു വീഴ്ചയുടെ കാരണം ഇങ്ങനെ മറ്റുള്ളവരിലുള്ള കുറവുകൾ തേടുന്ന നമ്മുടെ മനോഭാവമാണ്. അതൊരിക്കലും നമ്മെ തന്നെ പരിശോധിക്കാനോ നമ്മെ തന്നെ ശ്രദ്ധിക്കാനോ കഴിവില്ലാത്തവരാക്കി നമ്മളെ മാറ്റും. ഇനി ലോകത്തുള്ള പ്രബോധനങ്ങളാണ്. അത് ലോകത്തിന്റെ പ്രബോധനങ്ങളാകാം, സുവിശേഷ പ്രബോധനങ്ങളും ആകാം. പ്രബോധനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് പലപ്പോഴും പ്രബോധനങ്ങൾ വിമർശിക്കുന്നത്, വ്യാജ പ്രബോധനങ്ങൾ എന്ന് ചിലവയെക്കുറിച്ച് പറയുന്നത്? കാരണം ഇതാണ്, ശ്രദ്ധാപൂർവം ഇത് കേൾക്കാൻ പറ്റണം. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 16:6 ഈശോ പറയുന്നത്, ഫരിസേയരുടെയും സദുക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവരുടെ പ്രബോധനത്തെക്കുറിച്ചാണ്. ചില പ്രബോധനങ്ങൾ നമ്മെ കൊണ്ടുപോകുന്നത് തികച്ചും ആത്മീയമല്ലാത്തൊരു ലോകത്തേക്കാണ്, അന്ധതയിലേക്കാണ്. സമ്പത്തുണ്ടാകാൻ പ്രാർത്ഥിക്കണം, സമ്പത്താണ് അടിസ്ഥാനമായി ജീവിതത്തിന് ആവശ്യമുള്ളത് എന്ന നിലയ്ക്ക് പ്രബോധനം വരുമ്പോൾ, സമ്പത്തുണ്ടാകാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കൂ എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും സമ്പത്തിൽ ആശ്രയിക്കാനുള്ള ഒരു പ്രേരണ അതിനെ പിന്നീന്ന് വരുന്നുണ്ട്. ദ്രവ്യാസക്തി എന്നതൊരു മൂലപാപമാണ്. നിങ്ങൾ പണം ഉണ്ടാക്കണം, അധ്വാനിക്കണം, അതൊന്നും തെറ്റല്ല. പക്ഷെ നിങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം, ജീവിതത്തിന്റെ ലക്ഷ്യം ധനമായിക്കൂടാ. പണമുണ്ടാകുന്നതാണ് രക്ഷ എന്ന് കരുതിക്കൂടാ. പണവും ലോകവുമെല്ലാം നമുക്ക് താൽക്കാലിക വസതിയിൽ ജീവിക്കാനുള്ള മാർഗങ്ങൾ മാത്രമാണെന്നും അതിനപ്പുറത്ത് നിത്യതയ്ക്ക് വേണ്ടി തന്നെ എത്ര വിനിയോഗിക്കാൻ കഴിയും എന്നതാണ് പരമപ്രധാനമെന്നും നമ്മൾ അറിയുന്നില്ല. ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ നമ്മൾ എത്ര പണം ഉണ്ടാക്കാൻ വലിയ ആളാകാൻ നമ്മൾ ചിന്തിക്കണേ. അതിന് പകരം എനിക്കതിനുള്ള കഴിവ് പ്രയോഗിക്കാനുള്ള ഒരു അവസരമായിട്ട് കരുതിക്കൂടെ? എനിക്ക് ദൈവം എന്നുള്ള കഴിവ് മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ള ഒരു സമയമായി, ദൈവത്തിന് ഇഷ്ടം നിറവേറുന്നൊരു പ്രവൃത്തിയായി എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നുകൊണ്ട് അർപ്പിക്കാൻ കഴിയുന്നില്ല. ഞാനങ്ങനെ അർപ്പിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി സമ്പത്തുണ്ടാകാം. ആ സമ്പത്ത് എന്തിനുള്ളതാണ്? അത് മറ്റുള്ളവരുമായി പങ്കുവെക്കാനുള്ളതാണ്. ഇങ്ങനെ സമ്പത്തിനെ കുറിച്ചുള്ള നമ്മുടെ ബോധ്യതലത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകാൻ കഴിയുന്നതിന് തടസ്സമായിട്ടുള്ള എത്രയോ പ്രഘോഷണങ്ങൾ, വ്യാജ പ്രബോധനങ്ങൾ നമ്മൾ കേൾക്കും. സമ്പത്ത് ദൈവാനുഗ്രഹമാണ്, അതുകൊണ്ട് നിനക്ക് ദൈവം തന്നെങ്കിൽ നീ അനുഭവിക്കുക, നീ ദശാംശം കൊടുക്കുക. അതല്ലാതെ നീ നിന്റെ സഹോദരനുമായിട്ട് പങ്കുവെക്കണം. ഇത് നിനക്കുള്ളതല്ല, ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്.
അതുകൊണ്ട് നിത്യത അവകാശമാക്കാൻ കഴിയും വിധം സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരായിട്ട് നിങ്ങൾ മാറണം എന്നാണോ പഠിപ്പിക്കുന്നത്? അവനെ പഠിപ്പിക്കാതെ പോകുമ്പോൾ അത്തരം പ്രബോധനങ്ങളെ വിമർശിക്കേണ്ടി വരും. യേശു കുരിശിൽ നമ്മെ വീണ്ടെടുത്തുവെന്നും വിമോചിപ്പിച്ചു എന്നുള്ളത് ഒരു സദ്വാർത്തയാണ്, സത്യമാണ്. അതാണ് സുവിശേഷം. ആ സുവിശേഷത്തിന് വിരുദ്ധമായി പിശാച് എല്ലായിടത്തും പതിയിരിക്കുന്ന ആകെ പ്രശ്നമാണ്, ജീവിതം തകർക്കുന്ന അവനാണ്, സമ്പത്ത് കവരുന്ന അവനാണ് എന്നൊക്കെ പറഞ്ഞ് നിരന്തരം നമ്മെ പേടിപ്പിക്കുമ്പോൾ, ഭയത്തിന് അടിമകളാക്കി മാറ്റുമ്പോൾ, ആഭിചാരത്തിന് തുല്യമായ മന്ത്രവാദ സദൃശ്യമായ തന്ത്രങ്ങളിലേക്ക്, പ്രാർത്ഥനകളിലേക്കൊക്കെ പോകുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്നാണ്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകളുടെയും പ്രശ്നങ്ങളുടെയൊക്കെ പ്രാഥമികമായ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റണം. ചെയ്യുന്ന പ്രവൃത്തികളുടെ പിഴവുകൾ അതിൻ്റെ ഭാഗത്തുണ്ട്. ഇപ്പൊ പരീക്ഷയ്ക്ക് പാസ്സാകുന്നില്ല, പഠിക്കാൻ കഴിഞ്ഞില്ല, പഠിച്ചില്ല, അതാണ് വാസ്തവം. പഠിച്ചില്ല എന്നുള്ളതിന് പരിഹാരമല്ല പ്രാർത്ഥന. പഠിക്കാൻ അവസരം തന്നതാണ്, കഴിവ് തന്നതാണ്, പ്രയോഗശേഷി തന്നതാണ്. അത് വേണ്ടുമ്പോൾ ഉപയോഗിച്ചില്ല, അനുദമിക്കാൻ കഴിയും. രണ്ടാമത്തെ ഭാഗം എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടി? നമുക്ക് നല്ല കഴിവ്, പ്രയോഗശേഷി, അവസരം ഒക്കെ വേണ്ടും വിധം വിനിയോഗിച്ച് ക്രിസ്തുവിൽ സത്യബോധത്തോടെ വിജയം വരിക്കാൻ. അതിനു പകരം നിങ്ങൾ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല, നിങ്ങൾ പാസ്സായിക്കോളൂ എന്ന് പറഞ്ഞാലോ? നിങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ടതല്ലാത്തൊരവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു. പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയതാണ് അത്ഭുതകരമായി. നിങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ടതല്ലേ കിട്ടാവൂ, അതിലെ ന്യായം. ന്യായമല്ലാതെ നിങ്ങൾ എന്തെങ്കിലും കവർന്നെടുക്കുന്നുണ്ടെങ്കിൽ അത് അന്യായമാണ്. അന്യായം ദൈവം അംഗീകരിക്കുന്ന കാര്യമാണ്. ദൈവം അന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കണം. അപ്പൊ അതുകൊണ്ട് വ്യാജപ്രബോധനങ്ങളും വാസ്തവത്തിൽ നമുക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്നാണ്. നിങ്ങളുടെ വീട്ടിലെ കലഹങ്ങളുടെ ഒക്കെ കാരണം പിശാചാണ്. ഒരു പ്രസ്താവമാണ്, ഒരു പ്രബോധനമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിരന്തരം കലഹം ഉണ്ടാവുന്നു. അതിന്റെ കാരണം എന്താണ്? അത് പിശാചിന്റെ പ്രവൃത്തിയാണ്. ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം അതിനകത്തില്ലേ? പിശാചിന്റെ പ്രലോഭനം ഉണ്ടാകാം, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? എന്തായിരുന്നു നിങ്ങളുടെ ഉത്തരവാദിത്വം? ക്രിസ്തുവിനെ പ്രതി അവരനോട് ക്ഷമിച്ചും കരുണ കാണിച്ചും പൈശാചിക തിന്മയെ തോൽപ്പിക്കണമായിരുന്നു. അതിനു പകരം എന്ത് ചെയ്തു? പൈശാചിക പ്രലോഭനത്തിന് വിധേയപ്പെട്ടു. എന്തുകൊണ്ട്? സ്നേഹമെന്ന കൽപ്പനയെ ശ്രദ്ധാപൂർവം പരിഗണിക്കാത്തതുകൊണ്ട്. അങ്ങനെ അശ്രദ്ധമായി ജീവിച്ചു പോയതുകൊണ്ട് പിശാച് പറയുന്ന വാക്കിന് കീഴ്പ്പെട്ടു, അഹങ്കാരത്തിന് വിധേയപ്പെട്ടു, അഹങ്കാരം പ്രവർത്തിച്ചു, കലഹമുണ്ടായി. കുറ്റവാളി ആരാ? തെറ്റ് ചെയ്തത് നമ്മളാ. പിശാച് അവന്റെ പ്രവൃത്തി ചെയ്യുന്നു, അവൻ പ്രലോഭിപ്പിക്കുന്നു, നമ്മുടെ അഹത്തിൽ കുത്തുന്നു. ആ കുത്തുകൊണ്ടപ്പോ നമ്മൾ ദൈവഹിതത്തിനെതിരായി പ്രവർത്തിച്ചു. നമ്മൾ ക്ഷോഭിച്ചു പോയത് എന്തുകൊണ്ടാണ്? ക്രിസ്തുപാഠത്തിൽ നിന്ന് മാറിപ്പോയത് കൊണ്ടാണ്, അശ്രദ്ധ ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ ലോകത്തിന്റെ പ്രലോഭനങ്ങളെയും പൈശാചിക തിന്മകളെയും വ്യാജപ്രബോധനങ്ങളെയും ഒക്കെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെങ്കിൽ ശ്രദ്ധാപൂർവം ജീവിക്കാൻ പറ്റും. ക്രിസ്തുബോധത്തോടെ മുമ്പോട്ട് പോകാൻ പറ്റും. യേശുക്രിസ്തുവിലാണ് ജീവിതമെന്ന ബോധ്യത്തോടെ മുമ്പോട്ട് പോകാൻ പറ്റണം. എനിക്ക് നൽകപ്പെട്ട വിശുദ്ധീകരണത്തിന്റെയും ശക്തീകരണത്തിന്റെയും ആത്മാവിൽ ആശ്രയിക്കാൻ പറ്റണം. അശ്രദ്ധ ഏതു നിമിഷവും നമ്മെ വഴിതെറ്റി. ലോകത്ത് നിരവധി കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. മായാ കാഴ്ചകൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, സുഖഭോഗങ്ങൾ ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഇതിലൊക്കെ ആകൃഷ്ടരായി പോകുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണടയ്ക്കുന്നുണ്ട്. ഒരു വിശിഷ്ട ഭോജ്യം നിങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ നിങ്ങൾ മറ്റെല്ലാം മറക്കുന്നു, വിശക്കുന്നവനൊക്കെ മറന്നുപോകും. വേറൊരിടത്തിരുന്ന് ഒരുവൻ അല്പം എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ച് കരയുന്നത് നിങ്ങൾ കാണാതെ പോകും. ദൈവം കാണുന്നില്ലെന്ന് നമ്മൾ ചോദിക്കണം. ഇതൊക്കെ ദൈവത്തിന് കാണാൻ പാടില്ലേ? ദൈവം കാണുന്നുണ്ട് നിങ്ങളുടെ കണ്ണിലൂടെ. എന്റെയും നിങ്ങളുടെ കണ്ണിലൂടെയാണ് ദൈവം കാണുക. ദൈവം കാണേണ്ടത് അങ്ങനെയാണ്. അതിനാണ് നമുക്ക് കണ്ണും കാതും ഒക്കെ തന്നിട്ടുള്ളത്. ദൈവത്തിന് വേണ്ടി മറ്റുള്ളവരെ ശ്രവിക്കാനും മറ്റുള്ളവരെ കാണാനും പരിഗണിക്കാനും ഒക്കെയാണ്. പരിഗണിക്കാതെ പോകുന്നു, അശ്രദ്ധ ഉണ്ടാവുന്നു. വഴിയരികിൽ ഒരുവൻ തളർന്നു കിടക്കുന്നു, നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകണം. അശ്രദ്ധ ഉപേക്ഷ വഴിയുള്ള പാപമാണ്, അശ്രദ്ധയാണ്. കിടക്കുന്നത് ക്രിസ്തുവായിരുന്നു, നാം പരിഗണിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ക്രിസ്തുവിൽ ശ്രദ്ധാപൂർവം വ്യാപരിക്കാൻ നമുക്ക് കഴിയണം. ആ ശ്രദ്ധ പാപത്തിലേക്ക് വീഴാൻ കാരണമാകും. അത് ഏതു തരത്തിലായാലും. നിങ്ങൾക്ക് ആരുമായും സൗഹൃദമാകാം. ഉച്ചനീചത്വങ്ങളൊന്നും ഒരു സൗഹൃദത്തിനും കാരണമാകാൻ പാടില്ല. പക്ഷെ ഓരോ സൗഹൃദത്തിനകത്തും സ്നേഹത്തിന്റെ ഉറവിടമായ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്ന് വേണം നമ്മൾ ബന്ധം സ്ഥാപിക്കാൻ. ക്രിസ്തുവിനെ പ്രതിയാവണം ജീവിതം. അങ്ങനെ ക്രിസ്തുവിനെ പ്രതിയാണ് എൻ്റെ ജീവിതം എന്നത് ശ്രദ്ധാപൂർവം നാം നിലനിർത്തിക്കൊണ്ടു പോയില്ലെങ്കിൽ
ഏതു നിമിഷവും ഉടഞ്ഞു പോകാവുന്ന ഒരു മൺപാത്രം മാത്രമാണ് നമ്മൾ. ഹാൻഡിൽ വിത്ത് കെയർ, അങ്ങനെ പറയില്ലേ? ചില്ലുപാത്രങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഹാൻഡിൽ വിത്ത് കെയർ. മൺപാത്രങ്ങളും അങ്ങനെ തന്നെയാണ്. ഏതു നിമിഷവും ഉടഞ്ഞു പോകാം, എപ്പോൾ വീഴണമെങ്കിലും വീണു പോകാം. അതുകൊണ്ട് നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ തെന്നുന്ന പാറയിലാണ്, ഏതു നിമിഷവും വീണു പോകാം. അത്രത്തോളം ദുർബലര് കൂടിയാണ് നമ്മൾ, ബലഹീനര് കൂടിയാണ് നമ്മൾ. ബലഹീനത ഒരു ഒഴികഴിവിനുള്ള അവസരമല്ല. ബലഹീനരാണ് എന്നറിയുന്നതും കൂടുതൽ ശ്രദ്ധിക്കണം. നമുക്കറിയാലോ, ഒരു ദിവസം നമ്മൾ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതേത് സമയമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വളരെ പെട്ടെന്നായിരിക്കും ആ സമയം വരിക. ആ സമയം വരുമ്പോൾ നമുക്കത് ഓർത്തിരുന്ന് കണക്ക് കൂട്ടി എടുത്തു വെക്കാനുള്ള സമയം കിട്ടില്ല. ആ നിമിഷം നമ്മുടെ മുമ്പിൽ എത്തുന്നത് യാദൃച്ഛികമായിട്ടായിരിക്കും. അതുകൊണ്ട് വിശുദ്ധ മർക്കോസ് സുവിശേഷം 13:31 പറയാണ്, ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കണം. ആ സമയം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. എനിക്ക് നിങ്ങൾക്കത് അറിയില്ല. വളരെ ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുബോധത്തോടെ നിലനിൽക്കാൻ കഴിയുക എന്നുള്ളതാണ്. നിരന്തരം ഓർക്കേണ്ട ഒരു കാര്യമാണ് യേശു എന്ന പരമമായ സത്യം അകമയുണ്ടെന്ന കാര്യം. അവൻ എന്നിൽ ജീവിക്കുന്നുവെന്നും അവനിൽ ഞാൻ മുദ്രിതനാണെന്നുമുള്ള ഓർമ്മ നിരന്തരം പുലർത്തണം. മാമോദീസയെക്കുറിച്ചുള്ള ഓർമ്മ ഏത് ജീവിത സാഹചര്യത്തിൽ പോയാലും നമുക്ക് നിലനിൽക്കാൻ പറ്റും ഈ ഓർമ്മയുണ്ടെങ്കിൽ. ഏതുതരം സാഹചര്യത്തിലും, ഏതുതരം കൂട്ടുകെട്ടിലും, ഏതിടത്തും നമുക്ക് സ്വതന്ത്രതയോടെ നിൽക്കാൻ കഴിയും. നിരന്തരം ഈ അവബോധത്തിൽ നിലനിൽക്കണം. സർവദാ സർവേശ്വര സന്നിധിയിൽ. മാമോദീസയിൽ ആത്മാവ് നൽകപ്പെട്ടിട്ടുണ്ടെന്നും വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ് ഞാനെന്നും ഞാനിങ്ങനെ അറിവിൽ മുങ്ങിയ ആളാണെന്നും യേശു എൻ്റെ അകമയെന്നതാണ്. കൊളോസ്യർ 1:27 എൻ്റെ അകമയെന്നതാണ് എൻ്റെ അറിവിന്റെ പൂർണ്ണതയെന്നും ഞാൻ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഞാൻ എന്നിലേക്ക് തന്നെ എപ്പോഴും ശ്രദ്ധാപൂർവം നോക്കിക്കൊണ്ടിരിക്കും. ക്രിസ്തുവിലേക്കുള്ള നോട്ടമായിട്ടത് മാറും. അങ്ങനെ ആഴത്തിൽ ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കണം. ഇത് മയങ്ങിപ്പോകാൻ പാടില്ല. ഏതു നിമിഷവും അവൻ വരാം. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരുന്ന എപ്പോഴാന്നറിയില്ല. അതുകൊണ്ട് അനുനിമിഷം ശ്രദ്ധയോടെ ജാഗ്രതായ നിലപാടുകൾ എടുക്കാൻ നമുക്ക് പറ്റണം. ജീവിതത്തിലെ ഏത് ചിന്തകളെയും പ്രവൃത്തികളെയും ഭാവനയും ഒക്കെ ഈ ക്രിസ്തുബോധവുമായി കൂട്ടിയിണക്കി വേണം നമ്മൾ ചിന്തിക്കാൻ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ശ്രദ്ധാപൂർവം ജീവിക്കാൻ നമുക്ക് പറ്റുക. എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കേണ്ടതെന്ന് വിശുദ്ധ ലൂക്കാ സുവിശേഷം 17:3 പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കും. എങ്ങനെയാണ്? 2 കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റത്. 17:1 മുതലുള്ള തിരുവചനങ്ങളിൽ പറയും, ഈ ചെറിയവരിൽ ഒരുവൻ വീണു പോകാതിരിക്കാൻ, നിങ്ങൾ മൂലമാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ദുഷ്പ്രേരണയ്ക്ക് കാരണമാകാതിരിക്കാൻ പറ്റണം. ഒരു ശ്രദ്ധ വേണ്ട കാര്യമാണ്. അവരിന് ദുഷ്പ്രേരണ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്, നിന്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ അവനോട് ക്ഷമിക്കാനും നീ ശ്രദ്ധിക്കണം. കാരണം നമുക്കറിയില്ല നമ്മുടെ സമയം, അതെപ്പോഴും ആകാം. ഇങ്ങനെ ശ്രദ്ധാപൂർവം ജീവിക്കാൻ ആവശ്യമുള്ളത് എന്താ? അത് ലൂക്ക 17:5 പറയുന്നുണ്ട്, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ശിഷ്യന്മാരുടെ പ്രാർത്ഥനയാണ്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. എന്ത് വിശ്വാസമാണ് വർദ്ധിപ്പിക്കേണ്ടത്? യേശു മനുഷ്യനായി അവതരിച്ച് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് എന്നെ വിമോചിപ്പിച്ചുവെന്നും എൻ്റെ അകമേ അവൻ വസിക്കുന്നുവെന്നും ഞാൻ അവനിലാണ് ജീവിക്കുന്നതെന്നും ഞാൻ അവന്റെ പ്രവൃത്തികൾ തുടരാൻ വിളിക്കപ്പെട്ടവനാണെന്നുമുള്ള അവബോധത്തിൽ. അതാണ് വിശ്വാസം. യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നതിൽ കാര്യമില്ല. യേശുക്രിസ്തു ജീവിച്ചിരുന്നു വിശ്വസിക്കുന്നതിൽ കാര്യമില്ല. അത് അനേകർ വിശ്വസിക്കുന്നുണ്ട്. നീ എങ്ങനെ വിശ്വസിക്കുന്നു? ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, പ്രവാചകനാണ്, ജെറമിയാണ്, സ്നാപകനാണെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. യേശു അവരോട് തിരിച്ചു ചോദിക്കുന്നത്, നീ എന്ത് പറയുന്നു? നീ സജീവനായ ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പത്രോസ് പറയും. നീ സജീവനായ ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന് മാത്രമല്ല, നീ എന്നിൽ വസിക്കുന്നുവെന്നും ഞാൻ നിന്നിലാണെന്നും കൂടി വിളിച്ചു പറയാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ മാമോദീസ വഴി. അങ്ങനെ ക്രിസ്തുഗാത്രത്തിന്റെ ഭാഗമാണ് നമ്മളെന്ന ബോധ്യം നിലനിർത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നതിന്റെ പേരാണ് ശ്രദ്ധ. അവിടെ അവരിന് വീഴ്ചയ്ക്ക് കാരണമാകാവുന്ന ദുഷ്പ്രേരണയായിക്കൂടാ എന്നതും അതേസമയം തന്നെ അവരിനോട് ക്ഷമാപൂർവം വർത്തിക്കാതെ പോകുന്നത് കൊണ്ട് വീണു പോകരുതെന്നും വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരുവനും ഉപദ്രവം ചെയ്യാതിരിക്കാൻ ഒരു പീഡ ഇറുമ്പിനും വരുത്തരുതെന്നും മറ്റുള്ളവർക്ക് ഒരു ദോഷവും ഉണ്ടാകാൻ ഇടയാകരുത് എന്ന ബോധ്യം ഉണ്ടാകണം. നമ്മൾ സാധാരണ പറയുന്നതാണ്, ഞാനൊരു എറുമ്പിനെ പോലും ഉപദ്രവിക്കാത്ത ആളാണ്. ഒന്ന് അകത്തേക്കൊക്കെ നോക്കിയിട്ട് സൂക്ഷിച്ച് നോക്കിയിട്ട് പറയണം. മറ്റുള്ളവർ നന്മയിൽ വിഷമം തോന്നിയിട്ടില്ലേ? മറ്റുള്ളവർ നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ
നമുക്ക് എതിർപ്പ് തോന്നിയിട്ടില്ലേ? ഇവിടെയൊക്കെ സ്വയം സ്നേഹത്തിൽ കുടുങ്ങി നമ്മളെ തന്നെ നമ്മൾ കാണുക. ശ്രദ്ധാപൂർവ്വം നോക്കിയാൽ കാണാൻ പറ്റും. വളരെ സ്വാർത്ഥനായ, മറ്റുള്ളവരെ അംഗീകരിക്കാത്ത, അഹങ്കാരമുള്ള, നൂറ് കുറവുകളുള്ള പരദ്രോഹിയായ ഒരാളെ അവനവനെ കാണാൻ പറ്റും. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അവിടെയാണ് പറയുന്നത് വിശ്വാസം വർദ്ധിപ്പിക്കണമേ, യേശു അകമേ എന്ന പരമമായ സത്യത്തിൽ വിശ്വസിക്കാൻ. അവൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവെന്നും അവനെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ ഞാൻ വിളിക്കപ്പെടുന്നുവെന്നുമുള്ള വിശ്വാസത്തിൽ എത്രത്തോളം ഞാൻ നിലനിൽക്കുന്നുണ്ട് എന്ന് പരിശോധന ഉണ്ടായ നിശ്ചയമായിട്ടും ശ്രദ്ധയുള്ള ജീവിതവും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 13:5 പറയുന്നത്, യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടു. യേശുക്രിസ്തു അകമയുണ്ടെന്ന് ഈ പരമമായ ബോധ്യം, അവൻ എനിക്ക് വേണ്ടി മരിച്ചുവെന്നും അവനെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചുകൊണ്ട് അവനോടുള്ള പ്രതിസ്നേഹമായി ഞാൻ മാറണമെന്നുമുള്ള ശ്രദ്ധാപൂർവമായ നിലപാടിൽ എത്രത്തോളം പുരോഗമിക്കാൻ പറ്റുന്നുണ്ട്. അപരന്റെ വിശപ്പിന് ഞാൻ ഭക്ഷണമാണെന്നും എന്റെ വിശപ്പ് അപരന്റെ വിശപ്പിനെ എന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നതാണെന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? എന്റെ ആവശ്യങ്ങളും എന്റെ ജീവിത സാഹചര്യങ്ങളും ഒക്കെയാണ് എന്റെ പരമപ്രധാനമായ ലക്ഷ്യം. പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിരിക്കുമ്പോഴും ധ്യാനം കൂടുമ്പോഴും ഒക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ കാര്യങ്ങളാണ്, സ്വാർത്ഥമാണ്. ലോകത്ത് ഭക്ഷണമില്ലാതെ വലയുന്ന കോടാനുകോടി മനുഷ്യരെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നേയില്ല. തെരുവിൽ കഴിയുന്നവരെ കുറിച്ച് ആലോചിക്കുന്നില്ല. കിടക്കാൻ നേരം തണുപ്പ് കൂടുമ്പോൾ പിറുപിറുക്കാണ്, തണുപ്പിന് ഉപാധിയൊന്നുമില്ല. ചൂട് കൂടുമ്പോൾ അതിനും പരാതിപ്പെടാണ്. ഈ തണുപ്പും ചൂടുമൊക്കെ തെരുവിൽ കിടന്ന് അനുഭവിക്കുന്ന മനുഷ്യൻ നമ്മൾ ഓർക്കുന്നേ പോലുമില്ല. അവനെ സഹോദരനായിട്ട് കണ്ടിട്ട് പോലുമില്ല, പരിഗണിക്കുന്നേയില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ വിശക്കുന്നവരെ കുറിച്ച് ഒന്നും ആലോചിക്കുന്നില്ല. ഞങ്ങൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് പ്രാർത്ഥിക്കും. ഞങ്ങൾ സാധാരണ പ്രാർത്ഥിക്കാറ് ഇങ്ങനെയാണ്: തന്ന ഭക്ഷണത്തെ പ്രതി നന്ദി പറയും. എന്നിട്ട് ഈ സമയത്ത് ഭക്ഷണമില്ലാത്തവർക്ക് ഞങ്ങൾ ഭക്ഷണം വാങ്ങേണ്ടതായിരുന്നു, ഞങ്ങളുടെ ഭക്ഷണം അവരുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് തെരുവിൽ ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് നമ്മോടൊപ്പം ഭക്ഷണം അർഹതപ്പെട്ട, എല്ലാ മനുഷ്യരും അർഹതപ്പെട്ട കാര്യമാണ് ഭക്ഷണം. വായുവും വെള്ളമൊക്കെ പോലെ തന്നെ മനുഷ്യന് ഭക്ഷണം അർഹതപ്പെട്ട കാര്യമാണ്. ആരാണ് നൽകിയിട്ടുള്ളത്? ദൈവം നൽകിയിട്ടുണ്ട്. ആരാണ് കൊടുക്കാത്തത്? നമ്മളാ കൊടുക്കുക. ശ്രദ്ധയുണ്ടോ? എത്രയോ പേരെ നമ്മുടെ വാക്കുകൾ മൂലം മുറിപ്പെടുത്തുകയും അപമാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എത്രയോ ഹൃദയങ്ങളിൽ മുറിവുണ്ടാക്കിയിട്ടാണ്. ഈ കഴിഞ്ഞ ദിവസവും എഴുത്തുകാരിയായ ഒരു പെൺകുട്ടി ആത്മഹത്യ. എന്തേ അങ്ങനെ ചെയ്യാൻ? ജീവിതത്തിൽ എടുക്കുന്ന മുറിവുകളെ മനസ്സിലാക്കാൻ കഴിയാതെ പോകാം. അത് ആ വ്യക്തിക്ക് പറ്റിയ വീഴ്ചയാകാം. പക്ഷെ മുറിപ്പെടുത്തിയവരോ? ഈ കഴിഞ്ഞ ദിവസം അസമിൽ ഒരു പെൺകുട്ടി തൻ്റെ അധ്യാപകൻ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതിന് പേരിൽ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ തെറ്റാണ്, അവൾ അങ്ങനെ ചെയ്തത് തെറ്റാണ്. പക്ഷെ അവൾ നേരിട്ട അതിക്രമവും മറ്റുള്ളവരെ സഹോദരതുല്യം സ്നേഹിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നിടത്താണ് അനീതികൾ നടമാടുക. മറ്റുള്ളവർക്കെതിരെ അതിക്രമം ഉണ്ടാകുമ്പോൾ ശബ്ദിക്കാൻ ബലം വേണ്ടവരാണ് നമ്മൾ. ഈ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ ഉണ്ടായ ചില ക്രൈസ്തവ പെണ്ണുങ്ങളെ സംബന്ധിച്ച് നമ്മൾ വീഡിയോ ചെയ്യാനിടയായപ്പോൾ അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്തവര് നിങ്ങൾ ലോകമൊന്നും കാണുന്നില്ല എന്ന് ചോദിക്കുന്നു. ലോകത്തെല്ലായിടത്തും ഉണ്ട് സുഹൃത്തെ, ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഒരു അതിക്രമത്തെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു. ക്രൈസ്തവരെന്നല്ല, മനുഷ്യർ പീഡിപ്പിക്കപ്പെടുന്നു. അപ്പൊ വേറൊരാൾ ചോദിക്കുന്നത്, ഇങ്ങനെ പീഡകനായ ഒരാളെ ക്രിസ്തു കൂടെ കൊണ്ടു നടന്നില്ലേ? ഒറ്റുകാരനെ. നമ്മളെ പീഡിപ്പിക്കുന്ന നമുക്ക് വിരോധമില്ലെന്നേ. നിങ്ങൾക്ക് നമ്മളെ എന്തും ചെയ്യാം, ഒരു വിരോധവും ഇല്ല, തടുക്കില്ല. ഏത് പീഡയും സ്വീകരിക്കാം, ഒരു വിഷമവും തർക്കവും അക്കാര്യത്തിലില്ല. പക്ഷെ മറ്റുള്ളവർ പീഡിപ്പിക്കപ്പെടുന്ന കാണുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല, ശബ്ദിക്കാതിരിക്കില്ല. അത് അവരൻ, സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവന്റെ കാവൽക്കാരനാണെന്ന ബോധ്യം കൊണ്ടാണ്. അത് ലോകത്ത് ആർക്ക് ആപത്തുണ്ടായാലും നമുക്ക് ബാധ്യതയുണ്ടെന്ന് പറയാം. അതേസമയം വ്യക്തിപരമായി നമ്മെ സംബന്ധിച്ച് ഏതു തരത്തിലുള്ള ആക്രമണമോ പീഡയോ ഉണ്ടായാലും ഒരു പരാതിയുമില്ല, ഒരു പരാതിയില്ല. സ്റ്റാൻ സാമ്യത്തിന് നിങ്ങൾ ഓർക്കണേ, ദളിതർക്ക് വേണ്ടി സമരം ചെയ്തയാളാണ്. വ്യക്തിപരമായി ജയിലിലടയ്ക്കപ്പെട്ട് ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാകുമ്പോൾ വെള്ളം കുടിക്കാൻ പോലും കഴിയാതെ, സ്ട്രോ പോലും ലഭ്യമല്ലാതെ പാർക്കിൻസൺസ് രോഗം ബാധിച്ച അദ്ദേഹം ആ തടവറയിൽ കിടന്ന് മരിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കൽ പോലും പരാതി പറഞ്ഞില്ല, നന്മയാ പറഞ്ഞത് മുഴുവൻ. ഇവിടെ എനിക്ക് സുഹൃത്തുക്കളെ കാണാൻ പറ്റി, എൻ്റെ കാല് തടവിത്തരാനുള്ളത് സഹതടവുകാർ ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്കൊരാൾ ഭക്ഷണം വാരിത്തരുന്നുണ്ട്. ഇതെല്ലാം ദൈവാനുഗ്രഹം എന്ന് പറയണേ. കിടക്കുന്നത് തടവറയല്ല. എന്നാൽ ആ തടവറ കിടക്കാൻ കാരണം എന്താണ്? ഭരണകൂടത്തിനെതിരെ പ്രതിഷേധമാണ്. അതാർക്ക് വേണ്ടിയാണ്? സഹോദരന് വേണ്ടിയാണ്.
അപ്പൊ അതുകൊണ്ട് സഹോദരന്റെ കാവൽക്കാരനാകുക, അവനു വേണ്ടിയായിരിക്കുക, വിശക്കുന്നവന്റെ പക്ഷം ചേരുക എന്നൊക്കെ പറയുന്നത് ശ്രദ്ധാപൂർവമായ ജീവിതത്തിന്റെ ലക്ഷണമാണ്. യേശുക്രിസ്തുവിലാണ് ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ വിശ്വാസത്തിനകത്ത് ജീവിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നുവെങ്കിൽ നിരന്തരം മാമോദീസ ഓർക്കണം, ശ്രദ്ധാപൂർവം അവനവനെ തന്നെ പരിശോധിക്കണം, എത്രത്തോളം ക്രിസ്തുമാർഗത്തിൽ പുരോഗമിക്കുന്നുണ്ടെന്ന് ഓർമ്മ വേണം, ചുറ്റുപാടുകളെ ശ്രദ്ധിക്കണം. ഈ ചുറ്റുപാടുകളിൽ ക്രിസ്തു എപ്രകാരം പ്രവർത്തിക്കും എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ പറ്റണം. അല്ലെങ്കിൽ നാം വീണു പോകുന്നത് നാം തന്നെ അറിയുന്നില്ല. നന്മ ചെയ്യുന്നു എന്ന് കരുതിക്കൊണ്ടിരിക്കെ തന്നെ നാം തിന്മയിലൂടെയാകാം. ശരിയെന്ന് തോന്നുന്ന മാർഗം തെറ്റിലേക്ക് നയിക്കുന്നതാകാം. അതാണ് ശ്രദ്ധാപൂർവം വ്യാപരിക്കാൻ കഴിയണം. അതുകൊണ്ട് വചനം പറയുകയാണ് എഫേസ്യർ 5:15, നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിവേകം എന്താണ്? ദാരിദ്ര്യം എന്ന് നിറഞ്ഞവർക്ക് പാരിൽ പരക്ലേശ വിവേകമുള്ളൂ. മറ്റുള്ളവരുടെ കഷ്ടപ്പാട് മനസ്സിലാകുന്നതിന്റെ പേരാണ് വിവേകം. വിവേകം സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ല, ക്രിസ്തുവിൽ എത്രത്തോളം ജീവിതം അർപ്പിക്കാൻ കഴിയുമെന്ന ബോധ്യത്തിലെത്തിച്ചേരുന്നതിന്റെ പേരാണ് വിവേകം. എണ്ണത്തിനെ നഷ്ടപ്പെടുത്തി അവരിന് വേണ്ടി ആയിരിക്കാൻ കഴിയുന്നതിന്റെ പേരാണ് വിവേകം. ആ വിവേകപൂർവ്വം ജീവിക്കാൻ ശ്രദ്ധിക്കണം. ശ്രദ്ധ നഷ്ടപ്പെടുന്നിടത്ത് നാം അറിയാതെ അയഞ്ഞ മനസാക്ഷിയിലേക്ക് പോകും. അയഞ്ഞ മനസാക്ഷി പാപകരമായ ലോകത്തേക്ക് നമ്മെ വീഴ്ത്തും. അതുകൊണ്ട് കാണാതെ പോയ നാണയം നിങ്ങളുടെ ജീവിതമാണ്. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധയോടെ ആയിരിക്കണം, സൂക്ഷ്മതയോടെ പ്രവർത്തിക്കണം. അത് ദൈവം നിങ്ങൾക്ക് തന്ന അംഗീകാരമാണ്. ദൈവവിളി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഒരു മനുഷ്യനായിരിക്കാൻ വിളിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. നിങ്ങൾ ജീവിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ ആയിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. വിശ്വസ്തയോടെ വ്യാപരിക്കാൻ നമുക്ക് കഴിയണം. ശ്രദ്ധാപൂർവം ജീവിക്കാൻ നമുക്ക് കഴിയണം. അശ്രദ്ധ നഷ്ടത്തിലേക്ക് നമ്മെ തള്ളിവിടും. പാപത്തിലേക്ക് വീഴുന്നത് അശ്രദ്ധ ഉണ്ടാവുമ്പോഴാണ്. ജീവിതത്തെ ക്രിസ്തുവിൽ ശ്രദ്ധാപൂർവം വീക്ഷിക്കാതെ പോകുമ്പോഴാണ്. ഈ ഓർമ്മ നമുക്കുണ്ടാകണം. ഇതിവിടെ കൊണ്ട് തീരുന്നില്ല. ഇനി അഹന്തയെക്കുറിച്ച് പറയാനുണ്ട്. അടുത്ത ഭാഗത്ത് അതിനെക്കുറിച്ച് പ്രതിപാദിക്കാം. നിങ്ങൾ പരമാവധി പേർക്ക് ഈ വീഡിയോകൾ ഷെയർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. കമന്റുകൾ ചെയ്യുന്നതിലും നിങ്ങൾ താല്പര്യം കാണിക്കണം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധാപൂർവമുള്ള ഒരു ജീവിതത്തിനായി അവിടുത്തെ ആത്മാവിനാൽ നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.